ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ ഓശാന ഞായറാഴ്ചത്തെ വീഡിയോ ആയിട്ട് ഓശാനയൊക്കെ കൂടി കുർബാനയൊക്കെ കൂടി നമ്മൾ പള്ളിയിൽ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് ചെറിയതായിട്ട് ചോറൊക്കെ കറികളൊക്കെ തട്ടിക്കൂട്ടി ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരിടത്ത് പോവുകയാണ്. 1 മണിയോടുകൂടി നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചു. നമ്മൾ മലയാറ്റൂർ മല കയറാൻ പോവുകയാണ് കേട്ടോ. ഇത് മലയാറ്റൂർ ചെന്നതിന് ശേഷമുള്ള വീഡിയോ ആണ്. അവിടെ കാണുന്ന വെള്ളമാണിത്. നല്ല ഓളം തല്ലിക്കിടക്കുന്ന വെള്ളമാണ്. കണ്ടാൽ തന്നെ നമുക്ക് ഈ ചൂടത്ത് നമുക്ക് അതിലോട്ട് ഇറങ്ങാൻ തോന്നും. പക്ഷേ ഇറങ്ങരുത്, ആഴമുള്ളതാട്ടോ, നമ്മൾ മുങ്ങിപ്പോവും. അതുകൊണ്ട് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ മലയാറ്റൂരിൻ്റെ അടിവാര ഭാഗത്തെത്തി. അപ്പം ഇനി അവിടെ നമ്മൾ മല കയറാൻ പോവുകയാണ്. നമ്മൾ ചെന്ന ഉടനെ തന്നെ അവിടെ ഒരു വലിയ മഴ പെയ്തു കേട്ടോ. അതുകൊണ്ട് ചെന്ന ഉടനെ നമുക്ക് കയറാൻ സാധിച്ചില്ല. മഴ കുറയാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ മഴയൊക്കെ കുറഞ്ഞതിന് ശേഷമാണ് നമ്മൾ മല കയറാൻ തുടങ്ങിയത്. 3:30 ഒക്കെ ആയപ്പോൾ നമ്മളവിടെ ചെന്നു. അതിനുശേഷം ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്, ഭക്ഷണമൊക്കെ കിട്ടാൻ അവിടെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇപ്പോൾ അതായത് ഗ്യാസും കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്കങ്ങനെ ഇല്ലല്ലോ. ഗ്യാസിനൊക്കെ ക്ഷാമമായതുകൊണ്ട് ഭക്ഷണത്തിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചാലും നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ആട്ടോ. എൻ്റെ അടുത്തു നിന്നും ഈ ഒച്ച കേൾക്കുന്നത് മക്കൾ എൻ്റെ അടുത്തിരുന്ന് കളിക്കുന്നുണ്ട്. അപ്പം ഓരോരുത്തർ ഒച്ച വെക്കുന്നതിൻ്റെയാണ് ഈ കേൾക്കുന്നത്. അപ്പം നമ്മൾ അത്യാവശ്യം റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മല കയറാൻ തുടങ്ങി. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുമാതിരി നല്ല ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് ആൾ കുറഞ്ഞ സൈഡിൽ കൂടി നമുക്ക് കയറിപ്പോകാം. അങ്ങനെ നമുക്ക് പോകാനായിട്ട് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ പപ്പ, അമ്മ, പിന്നെ ചേട്ടായി, ഞങ്ങൾ പിള്ളേർ 3 പേര്, ഞാൻ, അങ്ങനെ നമ്മൾ ഇത്രയും പേരാണ് പോയത്. കുഞ്ഞിനെയും കൊണ്ട് ഒക്കെ കയറി പോകേണ്ടത് കൊണ്ടും ഒക്കെ പപ്പായ്ക്കും അമ്മയ്ക്കും ഒന്നും അങ്ങനെ ഓടിക്കയറാനൊന്നും പറ്റുന്നൊരു സാഹചര്യമല്ല. അതുകൊണ്ട് നമ്മൾ പതിയെയാണ് പോയത്. ഇത് കണ്ടോ, പോകുന്ന വഴിക്ക് ഇങ്ങനെ കുരങ്ങന്മാരൊക്കെ ഇരിക്കുന്നത് കണ്ടോ. അപ്പം ഞാൻ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെറുതെടുത്തു. പിന്നെ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് മാവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 1-2 മാങ്ങയൊക്കെ നിലത്തു നിന്നൊക്കെ കിട്ടും. നമ്മുടെ സാറൂട്ടന് വഴക്കുണ്ടാക്കുന്ന സമയത്തൊരു മാങ്ങ കൈ കൊടുത്താൽ മതി, അവളുടെ വഴക്കൊക്കെ നിൽക്കും. സാറൂട്ടനും മാക്സിമം നടന്ന് കയറാനൊക്കെ ശ്രമിച്ചു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും മാറി മാറി എടുത്ത്, ചേട്ടായും പൊന്നൂട്ടിയും കേട്ടോ സാറൂട്ടനെ കൂടുതലായിട്ടും എടുത്തത്. അങ്ങനെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്തും ഒക്കെ നമ്മളൊരു 2 മണിക്കൂർ കൊണ്ട് മല മുകളിൽ ചെന്നു കേട്ടോ. തിരിച്ചിറങ്ങാൻ നമുക്ക് അത്ര ഒരിതില്ല. പെട്ടെന്ന് നമുക്ക് ഇറങ്ങി ഇങ്ങ് പോരുകയും ചെയ്യാം. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ 1-ാം സ്ഥലത്തു മുതൽ 14 സ്ഥലം വരെ എത്തുമ്പോൾ നമ്മൾ അവിടെ നിന്ന് കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലിയാണ് പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഓരോരോ ആൾക്കാർ കുരിശുമായിട്ടും അങ്ങനെയൊക്കെ ഓരോ യൂണിറ്റുകാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ സംഘം ചേർന്ന ആൾക്കാരിങ്ങനെ കുരിശ് ചുമന്നുകൊണ്ടും ഒക്കെ പോകും. അങ്ങനെ ഫൈനലി നമ്മൾ മലമുകളിലെത്തി. ഇതാണ് നമ്മുടെ പൊന്നിൻ കുരിശ്. എല്ലാം കഴിഞ്ഞോട്ട് നമ്മൾ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ച് മലയിറങ്ങുവാണ്. തിരിച്ച് മലയിറങ്ങാൻ നേരത്ത് നമ്മുടെ സാറൂട്ടനാണെങ്കിൽ നല്ല സ്പീഡാണ്. റെഡി 1 2 3 ചെല്ലുന്നതായിട്ടോ ആ ഇടയ്ക്ക് കേൾക്കുന്നത്. റെഡി 1 2 3 എന്ന് പറഞ്ഞിട്ട് അവളങ്ങ് ഓടാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മുടെ സാറൂട്ടൻ്റെ പരിപാടി. അപ്പോൾ അങ്ങനെ നമ്മൾ മല മുകളിൽ ചെന്ന് നമ്മുടെ മുത്തപ്പനോട് നമുക്ക് പറയാനുള്ള അപേക്ഷകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒക്കെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ വീണ്ടും മലയിറങ്ങി അടിവാരത്ത് വന്ന് താഴെ ഒരു പള്ളിയുണ്ട് കേട്ടോ, വലിയ പള്ളി, അവിടെയൊക്കെ കയറി നമ്മൾ തിരിച്ചു പോന്നു.